ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബനാന ഹൽവയാണ്. ബനാന ഹൽവ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാൻ 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പിൽ പഞ്ചസാരയുണ്ട്. പിന്നെ ഏകദേശം ഒരു 10 ബദാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യുണ്ട്. പിന്നെ ഏലക്കാപ്പൊടി എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ള വീഡിയോ ഇതിൻ്റെ മുന്നത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ ഏലക്കാപ്പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് വീഡിയോ കാണുക. നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ബനാന ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബനാന ഹൽവ ഉണ്ടാക്കുന്നതിന് ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഏത്തപ്പഴം നമ്മുടെ തൊലി കളയുന്നു. തൊലി കളഞ്ഞിട്ട് അതിനെ നമ്മൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഏത്തക്കപ്പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി പഴുത്ത ഏത്തക്കപ്പഴം നമ്മൾ 3 പഴം എടുത്തിട്ടുണ്ട്. ആ പഴത്തിന് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കും. ഇതിന് നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നന്നായി പഴുത്ത പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ നന്നായി പഴുത്തതെന്ന് ചോദിച്ചാൽ പഴുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായി പഴുത്ത പഴം എടുക്കുന്നത് നല്ലത്. നന്നായി തെളിച്ചെടുത്തിട്ടുണ്ട്, നന്നായി അരച്ചെടുക്കുന്നത്. നന്നായി വെച്ചാൽ ഇനി നമ്മൾ ഉണ്ടാക്കിയ പിന്നീട് നമ്മൾ ചെയ്യാൻ പോകാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഇപ്പം വേറെ ഒന്നും വേണ്ട. അപ്പോൾ അതിന് നമ്മുടെ പ്യൂരി നമ്മളിടാം, പാനിലേക്ക് ഇടാൻ പോകണം. നേന്ത്രപ്പഴം നമ്മൾ എടുത്തത്. നമ്മളതിലേക്ക് ഒരു 1.5 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. 1/2 കപ്പ് പഞ്ചസാര നമ്മൾ ഇതിൻ്റെ കളർ നമുക്ക് വേണ്ട കളറിലാക്കി എടുക്കാൻ വേണ്ടി, കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് പഞ്ചസാര വെച്ച് ചെയ്തെടുത്ത് ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ കൊടുത്തൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കും. അടി പിടിക്കാൻ നോക്കിയാൽ മതി. അടി പിടിക്കാതിരിക്കാൻ എപ്പോഴും നല്ലത് കുറച്ച് അടിവശം കുറച്ച് കട്ടിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കത്തില്ല. ചെറുങ്ങനെ അത് തിളച്ച് വരാൻ കാണുന്നുണ്ടോയെന്നറിയില്ല, പക്ഷേ അത് ചെറുങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചൂടാകുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ല കട്ടിയുള്ള നെയ്യ് ചേർക്കുന്നു. കട്ടിയുള്ള നെയ്യ് ഞാൻ 2 സ്പൂൺ ഇതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യുടെ മണം ഈ ബനാനയെ ഇങ്ങനെ കുടിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മണം ഉണ്ടല്ലോ, അത് നമ്മൾ ചെയ്ത് അനുഭവിക്കണം. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം. ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് എത്രയോ മടങ്ങ് ഒരു സംതൃപ്തിയായിരിക്കും നമ്മുടെ മനസ്സിനുണ്ടാകും. നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇതിപ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1/2 സ്പൂണില്ലേ, അപ്പോൾ ഇതിങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, കാരമലൈസ് ചെയ്തെടുക്കാം. കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും തണുത്ത വെള്ളം നിങ്ങൾ അതിലേക്ക് ഒഴിക്കരുത്. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒരു ഗ്ലാസ്സോളം ചൂടുവെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം മാത്രം മതി. ഇത് ഇങ്ങനെ തിളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ആ പാത്രം ചൂടായിട്ട്, അപ്പോൾ അതിലേക്ക് നമ്മുടെ പഞ്ചസാര ഇടുകയാണ്. അത് കുറച്ച് കട്ടിയാവാൻ അടി പിടിക്കാൻ തോന്നുകയാണ്. അപ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതായത് നെയ്യ് നമ്മൾ ആദ്യം 2 സ്പൂൺ നെയ്യ് ഇട്ടിരുന്നു.
അപ്പോൾ ഇനിയിപ്പോൾ ഇത് കുറച്ച് കട്ടിയായി വരുമ്പോൾ ഒരു സ്പൂണ് കൂടി നമുക്ക് നെയ്യിൽ ചേർത്ത് കൊടുക്കാം. ആ പഴത്തിൻ്റെ മണം, ആ മണം നല്ലൊരു ഫ്ലേവർ ഇങ്ങനെ നമുക്ക് വരും, അതിന് കുടിക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പൂണും കൂടി നെയ്യ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കുക. അപ്പോഴേക്കും നമ്മുടെ പഞ്ചസാരയ്ക്കും അത് ഏകദേശം കളർ മാറി വരുന്നുണ്ട്. ഇപ്പം ആകെ ഞാനിപ്പോൾ 3 സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ആദ്യം നമ്മളൊരു 2 സ്പൂൺ നെയ്യ് ചേർത്തു, പിന്നെ ഒരു സ്പൂണും കൂടി ചേർത്തു. അപ്പോൾ 3 സ്പൂണായിട്ടുണ്ട്. സത്യത്തിൽ ഇതിന് കളർ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ ഹലുവ ഉണ്ടാക്കുമ്പോൾ ഹലുവ നമ്മളെല്ലാം കണ്ട് ശീലിച്ച ഹലുവ നല്ലൊരു കറുപ്പ് കളർ ചേർന്ന ഹലുവയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പഞ്ചസാര കുറച്ച് പഞ്ചസാര ഇതിലിങ്ങനെ ചേർക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ചൂടായ വെള്ളം ഒഴിക്കുന്ന പോലെ ഇങ്ങനെ തിളക്കി വരുന്നത്. അപ്പം നമ്മൾ ഈ തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സ്ഥിതി എന്ന് അറിയിച്ചു. ഇനി ഞാൻ ഒരു സ്പൂണും കൂടി നെയ്യ് ചേർക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ 4ാമത്തെ സ്പൂൺ നെയ്യ് ചേർക്കാൻ പോവാണ്. ഒരു നുള്ളു ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉപ്പ് ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതാകാൻ പറ്റും. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നേരത്തെ ഏലക്കാപ്പൊടി ഉണ്ടല്ലോ, ഏലക്കാപ്പൊടി നമ്മളത് കുറച്ച് ഇട്ട് കൊടുക്കണം. പഞ്ചസാര നമ്മുടെ കാരമൽ ചെയ്ത് ഒഴിച്ച് കൊടുത്തിട്ട് എടുത്ത് വെച്ചിരുന്ന ബദാം ഉണ്ടായിരുന്നല്ലോ, ബദാം അണ്ടിപ്പരിപ്പ് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബദാമിനെ ഞാനൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിതിനൊന്ന് റെഡി ആകുമ്പോൾ നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കും. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്നാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ എത്ര നെയ്യ് നമ്മൾ ചേർത്ത് കൊടുത്താലും ഇത് ശരിക്കും വെന്ത് കഴിയുമ്പോൾ ആ നെയ്യ് നമ്മുടെ ഈ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കും. അപ്പോൾ 1 സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. സ്പൂണും കൂടി ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ തീ കുറച്ചേ വെച്ചിരിക്കുന്നത്, മീഡിയം തീയിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇതിൽ നെയ്യ് വേറിട്ട് വരുന്നുണ്ട്. ഇത് റെഡി ആവുന്നതിൻ്റെ കൂടെ തന്നെ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാത്രത്തിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് അതിനെ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ എന്നാലും ഞാൻ കുറച്ച് ഗ്രീസ് ചെയ്യണം, കാരണം എന്തെങ്കിലും ഇതിൻ്റെ അടിയൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി. 5 ബദാമാണ് ഫ്രൈ ചെയ്യുന്നത്. ഫ്രൈ ചെയ്യാത്ത ബാക്കിയുള്ള ബദാമും കൂടി ഇതിൽ ചേർക്കാം. മൊത്തം 10 ബദാമാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കൂടി നെയ്യ് ചേർക്കുക. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ഈ പാത്രത്തിലേക്ക് നമ്മുടെ ഹലുവയുടെ മിക്സ് നമ്മളിടാൻ പോകണം.